എന്തുകൊണ്ടെന്നാൽ സർവേശനത്രയത് സ്ഥാപിച്ചുറപ്പിച്ചതാണീങ്കൽ. ആർക്കുതരേറാന്തൻ പർവ്വതത്തിങ്കലെ കാക്കുനിൽക്കാം ധൈര്യമായ വീടേ. വഞ്ചനയില്ലാത്ത കാപട്യമില്ലാത്ത നിർമ്മല മാനസമുള്ളവർക്ക് ദൈവത്തിൻ ദൃഷ്ടിയിൽ കുറ്റമറ്റോരവർ ദൈവത്തെ ആരാധിച്ചിടുന്നവർ. അങ്ങനെ തന്മുഖം തേടുവോർക്ക് നാഥൻ നൽകിടും സംരക്ഷയും നന്മയും. ആഗതനാകും നിതാ മഹാരാജാവ് സ്വർഗസൈന്യത്തിൻ്റെ രാജാവിതാ. നഗരകവാടങ്ങളെ ഉയർന്നിടുവിൻ, രാജാതിരാജനെ സ്വീകരിപ്പാൻ. സർവേശന് സ്വന്തം ഈ ഭൂമിയും അതിൽ പാർക്കുന്ന ജീവജാലങ്ങളെല്ലാം. എന്തുകൊണ്ടെന്നാൽ സർവേശനത്രയത് സ്ഥാപിച്ചുറപ്പിച്ചതാണീങ്കൽ. ഒരുപാട് പരിചിതമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനോടൊരു അഭിപ്രായമുണ്ടാകും. ഒരു സങ്കല്പമൊക്കെ നമ്മൾ ഒരുപാട് ചെറുപ്പത്തിലേ ഇത് ചൊല്ലി ഫെമിലിയാരിറ്റി കൂടിപ്പോയതുകൊണ്ട് അതിൻ്റെ വില നമുക്ക് വേണ്ട പോലെ അറിയുന്നില്ല എന്നൊരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളൂ. ഈ സങ്കല്പമായിട്ട് തുല്യമായിട്ട് നമ്മുടെ സാഹിത്യത്തിലുള്ള ഒരു സംഗതി നമ്മുടെ രവീന്ദ്രനാഥൻ ടാഗോറിന്റെ ഗീതാഞ്ജലി നിറയെ സങ്കീർത്തനങ്ങളാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സങ്കീർത്തനങ്ങളുടെ സാഹിത്യ മൂല്യം ഗീതാഞ്ജലിക്ക് മുകളിൽ ഇത് സങ്കീർത്തനങ്ങളൊന്ന് അടുത്ത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം, ഗീതാഞ്ജലികളൊക്കെ വളരെ വളരെ മുകളിലാണ് നമ്മുടെ സങ്കീർത്തനങ്ങളുടെ സാഹിത്യ മൂല്യം. ഇതിനകത്ത് മനുഷ്യരവരുടെ ഹൃദയം ഒന്ന് തുറക്കുകയും. പിന്നെ ഞാൻ ചൊല്ലാൻ പോകുന്നത് 148 സങ്കീർത്തനം ഞാനൊരു പാട്ടാക്കിയതാണ്. സങ്കീർത്തനം അതുപോലെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തതിൻ്റെ ഉദ്ദേശം ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു ലോകവീക്ഷണം, സങ്കീർത്തനത്തിൻ്റെ ലോകവീക്ഷണം. അതായത് ഈ ലോകം ഒരു ദേവാലയമാണെന്നുള്ളതാണ് സങ്കീർത്തനത്തിൻ്റെ ലോകവീക്ഷണം. ലോകം മുഴുവൻ ഒരു ദേവാലയം. സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദവും എന്ന് പറയുമ്പോൾ സ്വർഗവും ഭൂമിയും കൂടെ ചേർന്ന ഈ ലോകം ദൈവത്തിൻ്റെ ആലയം. അതുകൊണ്ടാണ് 23 സങ്കീർത്തനത്തിന്റെ അവസാനം പ്രാർത്ഥിക്കുന്നത്, നിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്ക് വസിക്കുന്നു. ഈ ലോകം എന്ന് പറയുന്ന ദേവാലയത്തെ കുറിച്ചാണ്. അപ്പൊ അത് സങ്കീർത്തനത്തിന്റെ മുഖമായിട്ടുള്ള വീക്ഷണം. ഈ 148 സങ്കീർത്തനത്തിൽ ചെയ്യുന്നത് ഈ ലോകത്തിന്റെ പല തട്ടുകളിലായി ഇരിക്കുന്ന ആളുകളോട് സർവേശ്വരനെ സ്തുതിക്കാൻ പറയും. ലോകം എന്ന് പറയുന്ന വലിയ ദേവാലയത്തിന്റെ പല തട്ടുകളിൽ ഇരിക്കുന്ന ആളുകളോട് ഒരു വലിയൊരു ഗായക സംഘമാണ് സങ്കല്പിക്കുന്നത്. ഈ ഗായക സംഘത്തിലെ ഓരോ തട്ടുകളിൽ ഇരിക്കുന്നവരോട് ദൈവത്തെ സ്തുതിക്കാൻ പറയുന്ന അതിമനോഹരമായ ഗാനം. രാജരാജനെ സ്തുതിച്ചിടുവിൻ, മഹാ ഗായക സംഘമേ ആർത്തിടുവിൻ. സ്വർഗത്തിൽ നിന്നും സ്തുതിച്ചിടുവിൻ, സ്വർഗ സൈന്യമേ കൂട്ടരിൻ വന്നിരയെ. വാനത്തിൽ നിന്നും സ്തുതിച്ചിടുവിൻ, താരവൃന്ദമേ സൂര്യചന്ദ്രാദികളെ. ഭൂമണ്ഡലേ നിന്നിടുവിൻ, കൊടുങ്കാറ്റേ മഴയേ ഇടിമിന്നലേ. ആഴിയിൽ നിന്നും സ്തുതിച്ചിടുവിൻ, പെരുമത്സ്യങ്ങളെ ചെറുമത്സ്യങ്ങളെ. ഭൂതലേ നിന്നും സ്തുതിച്ചിടുവിൻ, പർവ്വതങ്ങളെ വൃക്ഷലതാദികളെ. ഭൂമിയിൽ നിന്നും സ്തുതിച്ചിടുവിൻ, കന്നുകാലികളെ പക്ഷിപ്രാണികളെ. രാജാക്കന്മാരെ പ്രമുഖന്മാരെ ന്യായ പാലകരെ സ്തുതി പാടിടുവിൻ. വൃദ്ധരെ യൗവനക്കാരെ ശിശുക്കളെ രാജരാജന്റെ സ്തുതി പാടുവിൻ.
പാടിടുവിൻ മഹാ ഗായക സംഘമേയാർത്തിടുവിൻ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അതുപോലെ ആദ്യം നമ്മളത് വിട്ടാതോടുള്ള ഗീതാഞ്ജലിയേക്കാളൊക്കെ വളരെ ഉന്നതത്തിലാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിലുള്ളതായ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു ധാർമ്മിക ബോധം സങ്കീർത്തനങ്ങൾ. എൻ്റെ ഒരു ചിന്ത, നമ്മൾ ഈ സങ്കീർത്തനങ്ങളെ മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ഒന്ന് വായിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലോകം തന്നെ മാറുമെന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. 32-ാം സങ്കീർത്തനം അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. ഇതൊക്കെ ദൈവമാകെ ഹൃദയം തുറക്കുമ്പോൾ ദൈവം എല്ലാം ക്ഷണിച്ചു തരുമെന്ന് പറയുന്ന എൻ്റെ ക്ഷണിച്ച് ഭാവം ആശുപത്രിയിൽ ഭാഗ്യവാനുള്ള സങ്കീർത്തനം. സർവേശ്വരിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുന്നവരെത്രയാനുഗ്രഹീതർ. സർവേശ ദൃഷ്ടിയിൽ കാപട്യം ലേശവുമില്ലാത്തോരെത്രയോ ഭാഗ്യവാന്മാർ. കുറ്റങ്ങളേറ്റു പറയാതിരുന്നപ്പോൾ കുറ്റബോധത്താൽ വലഞ്ഞുപോയി ഞാൻ. ഒന്നും മറയ്ക്കാതെ ഏറ്റു പറഞ്ഞപ്പോൾ എല്ലാം സർവേശൻ ക്ഷമിച്ചു തന്നു. കഷ്ടതകൾ പെരുവെള്ളം പോൽ വന്നാലും യേശുവിൽ ഒന്നും അങ്ങേ ഭക്തനെ. കഷ്ടതയിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നു, രക്ഷ കൊണ്ടെന്നെ പൊതിഞ്ഞിടുന്നു. നിർവഴി സർവേശൻ കാട്ടിത്തന്നിടുന്നു, വേണ്ടപ്പോൾ ചിന്ത നൽകിടുന്നു. അങ്ങയിലാശ്രയം വൈപോരയവിടുത്തെ സ്നേഹം സദാ വലയം ചെയ്തിടും. സർവേശ്വരിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുന്നവർ എത്രയാനുഗ്രഹീതർ. സർവേശ ദൃഷ്ടിയിൽ കാപട്യം ലേശവുമില്ലാത്തോ എത്രയോ ഭാഗ്യവാന്മാർ.